ഏത് തരത്തിലേക്ക് പ്രതികാര നടപടി? പിന്നീട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ 10-17 തവണ ഒരു റിപ്പീറ്റ് ഷോട്ട് എടുപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പ്രമുഖർ എന്നത് തന്നെ ഉണ്ടതിൽ. അവരുടെ പേരുകളൊക്കെ അടക്കം പറഞ്ഞിരിക്കാം. പക്ഷേ അത് നമ്മൾ പുറത്തുവിടാൻ കഴിയാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ്. അപ്പോഴും നമ്മൾ എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്ന വലിയ ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഇത്തരം അമ്മ പോലെയുള്ള സംഘടന, ഫെഫ്കെ ഉണ്ട്, മാക്ടെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്. ഈ സംഘടനകൾ ഇതിൽ കാര്യമായി എന്തെങ്കിലും വിചാരിച്ചാൽ മാത്രമല്ലേ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ? എന്തൊക്കെ നിയമങ്ങൾ ഇവിടെ ഇറക്കിയാലും, എന്തൊക്കെ കോടതി പറഞ്ഞാൽ പോലും എന്നെനിക്ക് സംശയമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ICCയുടെ കാര്യമൊക്കെ ചോദിച്ചതും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇനി അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കേണ്ടത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ അമ്മയ്ക്കടക്കം വളരെ പ്രൊആക്റ്റീവായ ഒരു പുതിയ സാരഥിയുണ്ട്. ശ്രീ സിദ്ദിഖ് അടക്കമുള്ള ആൾക്കാരെ നമുക്ക് എല്ലാം അറിയാം. അദ്ദേഹം വളരെ പ്രൊആക്റ്റീവാണ്. ശ്രീ മോഹൻലാലിന് നേരെ ഒരു യൂട്യൂബർ ഒരു വിഷം വമിക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ചപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ വിടുമായിരുന്നു. ശ്രീ സിദ്ദിഖ് ആക്റ്റീവായി പരാതി കൊടുത്ത് ആ പരാതിയിൽ അദ്ദേഹം അറസ്റ്റിലാകുകയും മറ്റും ചെയ്തു. അപ്പൊ ശ്രീ സിദ്ദിഖ് അടക്കമുള്ളവരുടെ വളരെ നല്ല നേതൃത്വം അമ്മയ്ക്കുണ്ട്. ബാക്കി എല്ലാ സംഘടനകളും ആൾക്കാർ ഈ വിഷയത്തിൽ അവരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾ പറയുന്ന പ്രശ്നത്തിലുള്ള അവരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇതുവരെയുള്ള ചില കാര്യങ്ങൾ കൂടി താങ്കൾക്കും എനിക്കുമൊക്കെ അറിയാം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് പറയാം. തുറന്നു പറയുന്നുണ്ട്, ആർക്കും വിഷമം തോന്നരുത്. ഇപ്പൊ നമ്മുടെ അഭിനേത്രി ആക്രമിക്കപ്പെട്ട കേസിൽ അമ്മയടക്കമുള്ളവരിലെ വലിയൊരു വിഭാഗം വളരെ ഗാർഡഡ് ആയിട്ടൊരു നിലപാടാണ് എടുത്തത്. ശ്രീ പൃഥ്വിരാജ് അടക്കമുള്ളവർ അങ്ങനെയല്ല, അഭിനേത്രിയുടെ കൂടെ നിൽക്കുന്ന നിലപാടെടുത്തു. അമ്മയടക്കമുള്ളവർ കുറെ കൂടെ ബാലൻസ്ഡ് നിഷ്പക്ഷ നിലപാടാണ് എടുത്തത്. കോടതി നിഷ്പക്ഷം എന്നുള്ളതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്താണ് സംഭവിച്ചത്? എത്ര കാലം ആ നടനെ അവിടെ തുടരാൻ അനുവദിച്ചു? അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു ബാലൻസ്ഡ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ബാലൻസ്ഡ് എന്നുള്ളതിനോട് യോജിക്കാൻ കഴിയില്ല രാഹുൽ ഈശ്വർ. അല്ല, അവിടെയാണ് എന്താ പ്രശ്നം. നടനൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയല്ല, കോടതി ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയെ കുറ്റം അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കാതെ എങ്ങനെയാ നടപടി എടുക്കാൻ കഴിയുക? ഇത് ശ്രീ ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിലും വന്നു. നമ്മുടെ മഹാനടനായ ശ്രീ ദിലീപിന്റെ മാത്രമല്ല, ശ്രീ ബിനീഷ് കൊടിയേരി അടക്കമുള്ളവരുടെ കാര്യത്തിൽ ഈ വിഷയം വന്നു. അപ്പം കോടതി ഒരു ആരോപണം വന്നാൽ തന്നെ എങ്ങനെ സമീപിക്കാം? എന്നിട്ട് പോലും ശ്രീ ദിലീപ് അടക്കമുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ ഉള്ള മാന്യതയും മറ്റും കാണിച്ചു. അവിടെയാണ് ഇത് വളരെ ഗ്രേ ഏരിയ ആണ്, നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കണം. രണ്ട്, യൂത്ത് കോൺഗ്രസ് അടക്കം പറയുന്നവരോട് ബഹുമാനത്തോടെ പറയട്ടെ, കേസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ്. കാര്യം ഒരു 15 വർഷം മുമ്പ് നടന്നതെന്നിരിക്കട്ടെ, 10 വർഷം മുമ്പ് നടന്നതെന്നിരിക്കട്ടെ, ആണെന്നോ അല്ലെന്നോ എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഇത് ഡിഫമേഷൻ കേസിലേക്ക് തിരിച്ചു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും കേസിൽ കേസെടുക്കുക എന്നൊക്കെയുള്ള നമുക്ക് വിടാം. അതിന്റെ ആ തരത്തിലേക്കുള്ള സാങ്കേതിക നടപടികളിലൊക്കെ വിട്ടാലും ഇതിങ്ങനെ ഒരു ഇൻഡസ്ട്രി ആണ്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മാറ്റുക എന്നുള്ളത് എത്രത്തോളം എളുപ്പമായി ചെയ്യാൻ കഴിയുന്നതാണ്? അവിടെയാണ് നേരത്തെ മാഡം പറഞ്ഞതുപോലെ സിനിമാ സംഘടനകളുടെ സഹകരണം വേണം. അവർക്ക് അവരുടേതായി തന്നെ ഒരു കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വേണം. രണ്ട്, നമ്മൾ പൊതുസമൂഹം ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്രായോഗികമായിരിക്കണം. നമ്മൾ ഐഡിയലിസ്റ്റിക് ആയി കുറെ തത്വങ്ങൾ പറഞ്ഞ് ഇതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പ്രായോഗികമായ കോൺക്രീറ്റ് മെഷേഴ്സ് വേണം. അവിടെയാണ് ഈ കോൺക്ലേവിന്റെ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാകുന്നത്. ആ കോൺക്ലേവിന്റെ നിർദ്ദേശത്തിൽ സോളിഡ് ആയിട്ട് സിനിമ ഇൻഡസ്ട്രിക്ക് നകത്തു നിന്നുള്ളവർ തന്നെ അവരുടേതായ രീതിയിൽ കമ്മിറ്റികൾ ഫോം ചെയ്യുക, അവരുടേതായ ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകുക. നമുക്ക് മുഖ്യധാരാ മാധ്യമങ്ങളെ കുറിച്ച് അറിയാം. മാധ്യമങ്ങൾക്ക് സെൽഫ് ഇമ്പോസ്ഡ് ആയ ഒരു എത്തിക്കൽ കോഡ്, ആ കോഡ് ആണ് പലപ്പോഴും മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇതിന് ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഫേവറിറ്റിസം വരും, രാഷ്ട്രീയ പാർട്ടികളുടെ ഫേവറിറ്റിസം വരും. സിനിമ ഈ രീതിയിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാത്തതാണ്. അവിടെ ക്രിമിനാലിറ്റി പാടില്ല, അവിടെ വൾഗാരിറ്റി പാടില്ല, എത്തിക്കൽ കാര്യങ്ങൾ വേണം. ഇതൊക്കെ എല്ലാവരും എഗ്രി ചെയ്യുന്നതാണ്. ഈ പ്രാക്ടിക്കൽ മെഷേഴ്സ് കൊണ്ടുവരണം. അതെ, ആ പ്രാക്ടിക്കൽ മെഷേഴ്സ് ഏത് തരത്തിലേക്ക് കൊണ്ടുവരും, അത് ഏത് തരത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നൊക്കെയുള്ളതാണ്. വളരെ നന്ദി രാഹുൽ ഈശ്വർ, നമുക്കൊപ്പം ഇത്രയും സമയം ചേർന്നതിൽ.